ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് എവിടെ നമുക്കറിയാവോ? ഇതെവിടെ സ്ഥലം അറിയാവോ? നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട എടപ്പാളാണ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി രസകരമായി നിൽക്കുന്നത്. കണ്ടോ, പെരുന്നാളിനെ വിഷുവിനൊക്കെ വരവേറ്റുകൊണ്ട് തന്നെ എടപ്പാൾ ചുങ്കം നമ്മുടെ പുതിയ പാലം അലങ്കരിച്ചുകൊണ്ട് വർണ്ണശബളമായ രീതിയിൽ ലൈറ്റൊക്കെ അണിയിച്ചു ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ വരും ദിവസം പെരുന്നാൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കണ്ടോ എല്ലാ ഭാഗങ്ങളും ലൈറ്റ് കൊണ്ട് ദീപാലങ്കാരമായി കൊണ്ട് വളരെ പ്രൗഢഗംഭീരമായി നമ്മുടെ എടപ്പാൾ ഇങ്ങനെ നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനാനയെ പോലെ തലയെടുപ്പോടി കൂടി നിൽക്കുകയാണ്. ടൗണൊക്കെ എല്ലാ ടൗണും മാക്സിമം പരമാവധി എടപ്പാൾ ചുങ്കൊക്കെ പരമാവധി നല്ല തിരക്കുകളാണ്. എല്ലാ കടകളിലും ആളുകൾ പർച്ചേസിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രൗഢഗംഭീരമായ രീതിയിലാണ് എടപ്പാൾ. ഇവിടുത്തെ വ്യാപാരികളും മറ്റാളുകളാണ് തോന്നുന്നു. എന്തായാലും വളരെ രസകരമായ രീതിയിൽ തന്നെ ദീപാലങ്കാരമായിക്കൊണ്ട് എടപ്പാൾ ചുങ്കം ഇപ്പോൾ വളരെ വൈബാണ്. ആളുകളൊക്കെ പർച്ചേസിങ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എടപ്പാൾ നമ്മളെ റൗണ്ട് സർക്കിളാണ്, ഫോറം സെൻറ്റർ അല്ലേ? ഓക്കെ, സെൻറ്റർ ഫോർ സെലിബ്രേഷൻ അവർ ചെയ്തിരിക്കുന്ന ഒരു റൗണ്ട് സർക്കിളിന് മുമ്പിലുള്ള ലൈറ്റ്, ദീപാലങ്കൃതമായ ലൈറ്റുകളെല്ലാം അണിയിച്ചിരിക്കൊണ്ട് എടപ്പാൾ ചുങ്കം പ്രൗഢഗംഭീരമായിരിക്കുന്നു. അപ്പോൾ ഇടവേള റാഫി യൂട്യൂബ് ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സന്തോഷവും നന്മയും നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. വരും ദിനങ്ങളിൽ വിഷു കൂടി വരികയാണ്. ഒപ്പം വിഷുദിന ആശംസകൾ വളരെ സ്നേഹത്തോടു കൂടി നേരുകയാണ്. അപ്പോൾ എൻ്റെ സ്വന്തം നാടായ എടപ്പാൾ തട്ടകത്തിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ രാത്രി ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ പട്ടാമ്പി റോഡാണ്. എടപ്പാൾ പട്ടാമ്പി കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കോഴിക്കോടേക്ക് പോകുന്ന വാഹനങ്ങളിൽ പോകാം. നേരെ തന്നെ ടേൺ ചെയ്താൽ പൊന്നാനി റോഡ്, തൃശ്ശൂർ റോഡാണ് നേരെ ഓപ്പോസിറ്റ് കാണുന്നത്. അപ്പോൾ എല്ലാ റോഡുകളും റോഡിനടുത്തുള്ള വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി. എല്ലാ കടകമ്പോളങ്ങളും ആളുകളെ കൊണ്ട് കണ്ട് എപ്പോഴൊക്കെ ടൗണിലൂടെ ആൾക്കാർ പർച്ചേസ് ചെയ്തെങ്കിൽ ബാഗൊക്കെ തൂക്കിപ്പിടിച്ച് പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും മറ്റൊരു വിശേഷമായി എത്തുന്നവരെ തൽക്കാലം എല്ലാവർക്കും വളരെ സ്നേഹത്തോടു കൂടി നന്ദി, നമസ്കാരം. ഓക്കെ, ഗുഡ് ബൈ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാളിൻ്റെയും വിഷുവിൻ്റെയും ആശംസകൾ വളരെ സ്നേഹത്തോടു കൂടി നേരുകയാണ്. അപ്പോൾ ഈ ദൈവാലങ്കൃതമായ രീതിയിൽ നമ്മുടെ എടപ്പാൾ ചുങ്കത്ത് അണിയിച്ചൊരുക്കിയ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം, കടപ്പാട്. ഒരു രാജ്യത്തിൻ്റെ നന്മ, ഐക്യം, സ്നേഹം, സന്തോഷം എല്ലാവരും ഒരുമിച്ച് പങ്കിടുന്നതിൻ്റെ ശുഭലക്ഷണങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇത്തരത്തിൽ എന്നും ജീവിതകാലം മുഴുവൻ നമ്മുടെ രാജ്യം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, ബൈ.